പഠിക്കുമ്പോ തുടങ്ങിയതാ. ഈ ഉണ്ടാക്കണ കൊയപ്പങ്ങൾക്ക് ഞാൻ വന്ന എന്റെ ബാപ്പന്റെ കാല് പിടിക്കല്. ഇനി എന്നെ അതിനെ കിട്ടൂല. മിണ്ടരുത്. ഈ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തെന്ന് പറഞ്ഞ അളിയനെ കഷ്ടപ്പെടുത്തുന്നതിന് ഒരു പരിധിയുണ്ട്. മാമ ഈ ലഡു പുതിയതാണോ? മാമ മാമയാണ് സത്യം. ഞാൻ എക്സാമിന് തോക്കൂല. എന്താ എനക്ക് എത്ര ഉറപ്പ്? ഞാൻ നിർത്തി. തോക്കല് നിർത്തിയാ? അല്ല, എക്സാം എഴുതി നിർത്തി. പഷ്ട്. കൈപോക്കിയ പള്ള കാണുന്ന ഷർട്ടും കൽപ്പണിക്ക് പോകുന്ന ബംഗാളിന് മുടിയും. അളിയാ, അതിഥി തൊഴിലാളികളെ പറയരുത്. ഓര് പണിയെടുത്ത് ജീവിക്കണവരാ. അതുപോലെയാണ് പോയി പറഞ്ഞു കൊടുക്ക്. ഇവന് ജമ്മത്ത് ശരിയാവുന്ന എനക്കൊന്നുമില്ല. ഫുൾ ടൈം ചെങ്ങായിമാരോടത്തില്ല കറക്കും, കല്യാണപ്പരയിലെ പാട്ടും ഒതൊക്കെ നല്ല ആൽബം കൊടുത്തു. അല്ല, ആൽബല്ലാപ്പ റീല്. റീല് ഇവന്താ ഇവിടെ? ഞാൻ മാത്രം ജയിച്ചതിന്റെ ചെറിയൊരു സന്തോഷം. ലേശം മധുരം കഴിക്കാൻ. മാമ ലഡു. എന്താണ് ഒരു പൈകേ ജോവാ? മാമയുടെ ബേക്കറിയില് എന്താ ഏലക്കൻ്റെ ഏലക്ക. പാപ്പ ലഡു. മാ കഴിച്ചോളി. കഴിക്കട. 2000 രൂപയ്ക്ക് വലിയ വില കൊടുക്കണമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ മൊനയാസി? ഞാൻ പോട്ടെ. ആ തോറ്റ വിജയുടെ വീട്ടിലൂടെ ലഡു കൊടുക്കാണ്ട് എന്റെ മോന്റെ ലഡു. അളിയാ, നിങ്ങൾ ഓന് ഒരു ചാൻസ് കൂടെ കുടിക്കി. ഓൻ നന്നാവും. എന്നാ പിന്നെ ഓന് ഇങ്ങളെ ഷോപ്പിൽ കൊണ്ടുപോയി നിർത്തി. അല്ലോ, നന്നാവോ നോക്കാല. പറച്ചോനെ, അത് വേണ്ട. കഴിഞ്ഞ ആഴ്ച നമ്മൾ 1 മണിക്കൂർ മാർക്കറ്റിൽ പോയപ്പോ ഓനെ പീടികയിരുത്തി. തിരിച്ചു വന്നപ്പോ റുപ്യ 2000 ക്യാഷ് ബോക്സിൽ നിന്ന് പോയത്. അല്ല, ഓൻ കട്ടതൊന്നും അല്ല. ചോദിച്ചപ്പോഴേ പറഞ്ഞോളൂന്നുള്ളൂ അല്ലേ? അളിയാ, ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെ പഠിക്കാൻ വിടുമ്പോ ഓരോ താല്പര്യം കൂടി അറിയണേ. അല്ലെങ്കിൽ ആടെയില്ല ഈടെയില്ല എന്നുള്ള അവസ്ഥയാവും. അതിന് ഓനെന്തേലും കാര്യത്തിൽ താല്പര്യം വേണ്ടേ? ഞാൻ അന്നേ പറഞ്ഞില്ല എനിക്ക് ബിടെക് ഒന്നും പഠിക്കണം, എനിക്ക് മ്യൂസിക് പഠിച്ചാൽ മതി. തേങ്ങാക്കൊല പോയിക്കോളെ എന്റെ മുമ്പിൽ നിന്ന്. മ്യൂസിക്. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. ദുബായിൽ ബഷീറിന്റെ കടയിൽ മാനേജറെ വേണമെന്ന് പറഞ്ഞിട്ട് ഓൻ വിളിച്ചതിനു. ഓൻ കച്ചവടം പഠിക്കട്ടെ, ഹോട്ടലെടുത്ത് നടത്താനുള്ളതല്ലേ. ഇനി ഇതിന്റെ പേരിൽ കുതിര കളിച്ച് നടക്കാൻ പറ്റൂല. അളിയ, ദുബായ് എല്ലാടെ നിൽക്കട്ടെ. ഞാനിപ്പോ ഓനൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ശരിയായ ഓൻ ദുബായിലും പോണ്ട, ഏടേം പോണ്ട. അളിയ, ഞാനൊന്ന് കുളിക്കട്ടെ, നിസ്കരിക്കണം. ഓന്റെ ചെങ്ങായിനെ കണ്ട് പഠിക്കാൻ പറയ്. മോൻ കട്ട് പീസ് വെച്ചാൽ മതി. എന്ത് തുണ്ട്? ഓ, അങ്ങനെ. അതിനും വേണം ഒരു കഴിവ്. അത് കളി. അസി, ഇത്തവണ കൂടി ഞാൻ വരാം. പക്ഷേ എങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? എന്നാ കേട്ടോളി. ആ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ പൂട്ടിക്കിടക്കണ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. അതെന്റെ ഒരു പഴയ ചങ്ങായിന്റെ. അത് ഈ ഏറ്റെടുത്ത് നടത്തണം. പാട്ടും കൂത്തോക്കാൻ പാനൊക്കെ ഇഷ്ടാവുമല്ലോ. അപ്പൊ ഇതാണ് മാമ പറഞ്ഞ ഐറ്റം. അല്ല മാമ, ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് എന്റെ സീനല്ല. ഞങ്ങൾ ഈ പറഞ്ഞ റാപ്പ്. അതെ, ആ സ്റ്റുഡിയോന്റെ ഓണർ എന്റെ ചങ്ങായി എന്ന് പറഞ്ഞില്ലേ, ഓനൊരു വക്കീലാ. ആകെ ഒരേ ഒരു വീക്ക്നെസ്സേ ഓനുള്ളൂ, ലേശം കുടിക്കും. ഉണ്ടാവണേ. ഇതിനകത്തുണ്ടായിരുന്നല്ലോ. ഞാൻ നേരത്തെ കണ്ടെടുത്ത് അടിച്ചോ? ലേശം എന്ന് പറഞ്ഞാ കുറച്ച് കൂടുതലാ. അയ്യോ, ഇതിനകത്ത് 3 ബാക്കി വെച്ചിട്ട് പോയതല്ലേ. ഇനി ചിലപ്പോ അടിച്ച് തീർത്തിട്ടായിരിക്കും പോയത്. നമുക്ക് സെറ്റ് ആക്കാൻ ഇതായിട്ട്. ഓ, ഇന്നാണ് ഒരെണ്ണം അടിക്കാന്ന് വെച്ചാൽ മുടിയാനായിട്ട് ട്രൈ ഡേ. ഒരെണ്ണം അടിക്കാൻ. എക്സ്ക്യൂസ് മീ സർ. ആ ആരാ? ബാ. ഗുഡ് ഡേ. ഹായ്, നൈസ് ടു. സർ, ദിസ് ഈസ് എ സ്മോൾ. എന്താ ഇത്? സർ, ഇവിടെ ഒരു സ്റ്റുഡിയോ സ്പേസ് വാടകയ്ക്ക് കൊടുക്കാനുള്ള പ്ലാൻ എന്ന് കേട്ടു. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാനത് വേണ്ടെന്ന് വെച്ചു. സർ, ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കോളാം. ബിക്കോസ് വി ആർ എ മ്യൂസിക് ബാൻഡ്, മൂഞ്ചൻസ്. അവസാനം പേര് പോലെ തന്നെ ആവുമോ? മൂഞ്ചൻസ്.
സാർ ഞങ്ങളത് പൊന്നുപോലെ നോക്കിക്കോളാം സാർ. ബിക്കോസ് സാറിന് എന്തായാലും ഇത് വെറുതെ എടുക്കല്ലേ, പിന്നെ സാറിന് ഒരു ജീവിതമാർഗം ആവുക. വെള്ളം അടിച്ചുകൊണ്ട് കമ്മിറ്റ്മെന്റുമായി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഷെയർ ചെയ്താലോ? അയ്യോ വേണ്ട സാർ, ഞങ്ങൾ പകലടിക്കാറില്ല. ഇതല്ലടോ, സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് ഷെയർ ചെയ്താലോ എന്ന്. ഓക്കെ സാർ. അപ്പൊ നിങ്ങൾ ഇത് നടത്തുന്നു, വരുമാനം നമ്മൾ ഷെയർ ചെയ്യുന്നു, എന്ത് കിട്ടിയാലും 50-50. എന്താ? ഓക്കെ സാർ, ഓക്കെയാണ്. ആ എന്നാ നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോവാം. ഇതുണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ, എഡിറ്റിംഗ് സ്റ്റുഡിയോ, ലൈറ്റ്സ്, ക്യാമറ, കൺസോൾസ് എല്ലാം ഉണ്ട്. ആ എഡിറ്റിംഗ് സൂട്ട് ആയിരുന്നു, ഇപ്പൊ ഞാൻ ഡ്രിങ്കിങ് സൂട്ടായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഈ എന്നെയുള്ള സാറെന്നുള്ള വിളി ഉണ്ടല്ലോ, അത് ഉള്ളി നല്ലത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് സാറെന്നുള്ള വിളി അങ്ങ് നിർത്തിക്കോ. അച്ചായ എന്ന് വിളിച്ചോ. അച്ചായോ എന്തോ